ഒരു സ്നേഹബന്ധം വിജയിക്കുമോ എന്ന് സിമ്പിളായി മനസ്സിലാക്കാം. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളോട് സത്യം മാത്രം പറയുകയാണെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ്. ആ വ്യക്തിയോടുള്ള സ്നേഹബന്ധം ഏറെക്കുറെ വിജയിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സത്യം മാത്രം പറയുന്നവർ, നിങ്ങളിൽ നിന്നും ഒന്നും മറച്ചു വെക്കാത്തവർ, അവർ നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നു. കാരണം അതുകൊണ്ടാണ് സത്യം മാത്രം നിങ്ങളോട് പറയുന്നത്. അല്ലെങ്കിൽ പലതും മറച്ചു വെച്ച് ഒളിച്ചു വെച്ച് നിങ്ങളോട് ഇടപെടാമായിരുന്നു. പക്ഷേ സത്യം മാത്രം പറയുന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിന് വിശുദ്ധിയുണ്ട്, സത്യാവസ്ഥയുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളോടുള്ള സ്നേഹത്തിൽ സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളോട് ഭാവി കാര്യങ്ങൾ സംസാരിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി മുന്നോട്ടുള്ള ഭാവി കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് യഥാർത്ഥ സ്നേഹമുണ്ട്. മുന്നോട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം വിഭാവനം ചെയ്യുന്നു. നിങ്ങളെ ചേർത്ത് പിടിക്കാനും സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ആഗ്രഹമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ അവർ ഒരിക്കലും ഭാവി കാര്യങ്ങൾ സംസാരിക്കത്തില്ല. യഥാർത്ഥ സ്നേഹമില്ലാത്തവർ ഇവിടെയുള്ള താൽക്കാലിക കാര്യങ്ങൾ പറയുകയും താൽക്കാലിക കാര്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുകയും അവരുടെ കാര്യങ്ങൾ സാധിച്ച് പോകാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഭാവി കാര്യങ്ങൾ സംസാരിച്ച് ഭാവിയിലേക്ക് ഒരു ചുവട് വെക്കുന്നുണ്ടെങ്കിൽ, ഒരു നോട്ടം ഉണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നാണ് അർത്ഥം. നിങ്ങളെ ചേർത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളെ കെയർ ചെയ്യുക. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരുപാട് നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. നിങ്ങളെ അത്രമാത്രം കെയർ ചെയ്യാൻ കാരണം നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ വേദനിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖത്തിൻ്റെ ഒരവസ്ഥകളോ ആ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വ്യക്തി ചെയ്യുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിനനുസൃതമായി തിരിച്ച് പ്രവർത്തിക്കുക. സ്നേഹമില്ലാത്ത ഒരു വ്യക്തിയും കൂടുതലായി കെയർ ചെയ്യത്തില്ല. അവർ അവരുടെ കാര്യങ്ങൾ സഹായിച്ച് സ്ഥലം വിടുകയാണ് ചെയ്യുക. അതിനായി വ്യഗ്രത കാണിക്കുകയാണ് ചെയ്യുക. സ്നേഹത്തിന് അടിസ്ഥാനമായി നിൽക്കുന്ന വലിയൊരു സപ്പോർട്ടും കെയറും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരവസ്ഥയാണെന്ന് മനസ്സിലാക്കി അതിനനുസൃതമായി നിങ്ങൾ പ്രവർത്തിക്കാൻ പഠിച്ചിരിക്കുക. ദേഷ്യം കാണിക്കാതിരിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളോട് ദേഷ്യം കാണിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് യഥാർത്ഥ സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളോട് ദേഷ്യം കാണിക്കുകയും നിങ്ങളെ ധിക്കരിക്കുകയും നിങ്ങൾ പറയുന്നത് കേൾക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി വെറും ഒരു അടവെടുത്ത് അല്ലെങ്കിൽ ഒരു തട്ടിപ്പുമായി നിങ്ങളുടെ പുറകെ നടക്കുന്നവരാണ്, യഥാർത്ഥ സ്നേഹമില്ലാത്തവരാണ്. എന്നാൽ നിങ്ങളോട് ദേഷ്യപ്പെടാതെ വളരെ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ടെങ്കിൽ, സൗമ്യമായ രീതിയിൽ ഇടപെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് അർത്ഥം. സ്നേഹമില്ലാത്തവർ ഒരിക്കലും സൗമ്യമായ രീതിയിൽ ഇടപെടില്ല. അവർ കടിച്ച് കീറുന്ന രീതിയിലോ ദേഷ്യം വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന രീതിയിലോ ഒക്കെ ഇടപെട്ടുകൊണ്ടിരിക്കും. കാരണം നിങ്ങളെ അങ്ങനെയാണ് അവർ കണ്ടിരിക്കുന്നത്. യഥാർത്ഥ ഒരു സ്നേഹത്തിൻ്റെ അവസ്ഥയിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ കാണാൻ അവർക്ക് സാധിക്കത്തില്ല. യഥാർത്ഥമല്ല, എന്തെങ്കിലുമൊക്കെ സാധിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അവർ സമയത്തിനനുസരിച്ച് പൊട്ടിത്തെറിച്ചിരിക്കും, ദേഷ്യപ്പെട്ടിരിക്കും. എന്നാൽ യഥാർത്ഥ സ്നേഹമുള്ളവർ എപ്പോഴും ഒരുപോലെ തന്നെ നിൽക്കും, ഒരിക്കലും ദേഷ്യപ്പെടില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അവരുടെ സ്വഭാവം ഒന്ന് തന്നെയായിരിക്കും നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളോട് ഇത് അറിഞ്ഞിരിക്കുക. എപ്പോഴും കൂടെ ഉണ്ടാകുന്നതായി തോന്നുക. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും നിങ്ങളുടെ കൂടെയുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് അനുഭവപ്പെടും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ സമീപം നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു അവസ്ഥ ഉണ്ടാക്കി തീർക്കും. ആ വ്യക്തി നിങ്ങളെ ജീവിതത്തിൽ ഉടനീളം സ്നേഹിക്കുന്നതായി നിങ്ങൾക്ക് തോന്നും. കാരണം യഥാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു അവസ്ഥ നിങ്ങളുടെ ഹൃദയത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ സംഭവിക്കുന്നത്. ഇത് മനസ്സിലാക്കിയിരിക്കുക. എല്ലാം തുറന്നു പറയുന്ന ഒരവസ്ഥ. യഥാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എല്ലാം നിങ്ങളോട് തുറന്നു പറയും. എന്തെങ്കിലുമൊക്കെ മറച്ചു വെച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങളോട് സ്നേഹമില്ല എന്നാണ് അർത്ഥം. എന്നാൽ എല്ലാം തുറന്നു പറയുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ഇടപെടുന്നുണ്ടെങ്കിൽ, അത് സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് അർത്ഥം. ഇത് മനസ്സിലാക്കിയിരിക്കുക. വേദനയിൽ കൂടെ നിന്ന് ആശ്വസിപ്പിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ വേദനകളിൽ കൂടെ നിന്ന് ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് യഥാർത്ഥ സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളോട് സ്നേഹമില്ലാത്തവർ നിങ്ങളുടെ വേദനകളിൽ നിങ്ങളെ ഒറ്റയ്ക്കാക്കി പോവും, നിങ്ങളെ ഉപേക്ഷിച്ച് പോവും. പക്ഷേ നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ നിങ്ങളുടെ വേദനകളിൽ കൂടെ നിൽക്കും, ആശ്വസിപ്പിക്കും. എപ്പോഴും അവർ നിങ്ങൾക്ക് സപ്പോർട്ടായിരിക്കും. ഇതൊക്കെ ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.